ക്രിസ്തീയ വിവാഹത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ക്നാനായ വിവാഹത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. ഇന്ന് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ക്നാനായ വിവാഹത്തിന്റെ പ്രത്യേകതകളുമായാണ്. ക്നാനായ വിവാഹത്തിന്റെ തലേ ദിവസം വധുവിന്റെയും വരന്റെയും വീട്ടിൽ ധാരാളം ചടങ്ങുകളുണ്ട്. ഇന്ന് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യയുടെ യാത്ര ആരംഭിക്കുന്നത് വധു ജീനുവിന്റെ അടുത്ത് നിന്നാണ്. വിവാഹത്തിന്റെ തലേ ദിവസം വധുവിന്റെ ഗൃഹത്തിൽ ഏറെ ആഘോഷപൂർവ്വമായി മൈലാഞ്ചിയിടൽ ചടങ്ങുകളാണ് നടക്കുന്നത്. പന്തലിൽ വധുവിന്റെ സഹോദരിമാർ വെള്ള വിരിച്ച പീഠവും കത്തിച്ചു വിളക്കും വയ്ക്കുന്നു. തുടർന്ന് വധുവിനെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. വധുവിന്റെ സഹോദരി മൈലാഞ്ചി അരച്ചത് വേദിയിലേക്ക് കൊണ്ടുവരുന്നു. പ്രാർത്ഥനയോടെ ചടങ്ങുകൾ തുടങ്ങുന്നു. മൈലാഞ്ചി പാട്ടുകളുടെ അകമ്പടിയോടെ വധുവിന്റെ വല്യമ്മയും മറ്റു ബന്ധുക്കളും ചേർന്ന് ആദ്യം വധുവിന്റെ ഉള്ളം കൈയിൽ മൈലാഞ്ചി പുരട്ടി 2 കൈയും കൂട്ടിപ്പിടിപ്പിക്കുന്നു. തുടർന്ന് വധുവിന്റെ കാൽപ്പത്തിയിലും വിരലുകളിലും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നു. വധുവിനെ അവിടെ ആനയിച്ച് ഇരുത്തിയിട്ട് വധുവിന്റെ കയ്യിലും കാലിലും എല്ലാം മൈലാഞ്ചി പുരട്ടുന്നു. ഈ മൈലാഞ്ചി പുരട്ടുന്നതിന് ഒരു അർത്ഥം കൂടിയുണ്ട്. നമ്മൾ ആദിമ പാപം ചെയ്തിട്ടുള്ള പാപക്കറകൾ കല്യാണത്തോട് കളയുന്നതിന് വേണ്ടിയിട്ടാണ് മൈലാഞ്ചി പുരട്ടുന്നതെന്നുള്ളതാണ് അതിന്റെ ഒരു അടിസ്ഥാന സങ്കല്പം. മൈലാഞ്ചിയിടലിന് ശേഷമാണ് ഇച്ഛപ്പാട് കൊടുക്കൽ എന്ന ചടങ്ങ്. ഇതിനായി വധുവിന്റെ സഹോദരിമാർ വെൺപാച്ചോറും ചക്കരയും കിണ്ടിയിൽ വെള്ളവും കൊണ്ടുവന്ന് വധുവിന്റെ സമീപത്തെ പീഠത്തിൽ വയ്ക്കുന്നു. വധുവിന്റെ പിതൃ സഹോദരന്മാരിൽപ്പെട്ട ആരെങ്കിലും ഇച്ഛപ്പാട് കൊടുക്കുന്നു. ഇതിനായി 2-ാം മുണ്ടിന്റെ 2 അറ്റവും മുകളിലേക്ക് നിൽക്കത്തക്ക വിധം കെട്ടിയ ശേഷം സമ്മേളിതരോട് അനുവാദം ചോദിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. കൈ കഴുകിയ ശേഷം വെൺപാച്ചോറിൽ ചക്കര കൂട്ടി തിരുമ്മി 3 പ്രാവശ്യം ഇച്ഛപ്പാട് വധുവിന് കൊടുക്കുന്നു. ആദരവ് കാണിക്കാൻ ഇടതുകരം കൊണ്ട് വലതുകരം താങ്ങിയാണ് ഇച്ഛപ്പാട് ചെയ്യുന്നത്. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അതിപ്പോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേഷമായാലും കുഴപ്പമില്ല. അപ്പം ലാച്ചയാവാം, വേണമെങ്കിൽ സാരി ആവാം. സെറ്റും കൊണ്ടും ഇപ്പോൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു നമ്മുടെ ഒരു കേരളത്തിലെ ഒരു തനതായ ശൈലി കാണിക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടി യൂസ് ചെയ്യുന്നു. ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ കളേഴ്സ്, മാച്ചിങ് കളേഴ്സാണ്. പിന്നെ ഓർണമെന്റ്സ് മാക്സിമം ഞാൻ ഗോൾഡ് അവോയ്ഡ് ചെയ്യാണ് ചെയ്തത്. എനിക്ക് ഗോൾഡിനോട് അത്ര താല്പര്യം കുറവാണ്. അപ്പം പിന്നെ ന്യൂ ട്രെൻഡ്സ് ഉള്ള സാരീസ് എടുക്കാനാണ് കൂടുതലും ട്രൈ ചെയ്തത് ഞാൻ. കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ, കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ, ആ കനി തിന്നെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ, ആ കനി തിന്നെറിഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ, ആ കുരുമുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ, ആ കുരുമുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ, ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ. ഏതൊരു വിവാഹത്തിനും ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്നാനായ വിവാഹത്തിന്റെ ഭക്ഷണത്തിനുമുണ്ട് ചില പ്രത്യേകതകൾ. പാച്ചോറും ശർക്കരയും വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. മറ്റ് ക്രിസ്തീയ വിവാഹങ്ങളിലുള്ള പോലെ തന്നെ നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയൻ ഡിഷസും ഒക്കെ ഇതിന് കൂടെയുണ്ട്. അപ്പൊ മാത്രമല്ല, ഇതിന് മാറ്റുകൂട്ടാനായിട്ട് പാട്ടും നൃത്തവും ആഘോഷവും ഒക്കെ ആയിട്ട് ഒരു ഉത്സവ തിമിർപ്പിലാണ്.
ഇടിയോ പൊടിയോ ചെറുപിള്ള കളിയോ പാട്ടാനടിയോ കലമാച്ചിമടോ തെക്കരുടെ ആനയല്ലോ തിന്നു മതിച്ചു നടക്കുന്നേ ആന ആന തെക്കരുടെ ആന 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 തെക്കരുടെ ആന 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 തെക്കരുടെ ആന തക 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 തുളത്തൈ തുളത്തൈ. ഇവിടെ നിന്ന് ഇപ്പൊ ഞങ്ങൾ തൽക്കാലം ഇറങ്ങുകയാണ് വരന്റെ വീട്ടിലേക്ക്. കാരണം ക്നാനായ വിവാഹത്തിന്റെ തലേ ദിവസം വരന്റെ വീട്ടിലുമുണ്ട് ധാരാളം പ്രത്യേകതയുള്ള ചടങ്ങുകൾ. വിവാഹ തലേ ദിവസം വരന്റെ വീട്ടിലുള്ള ചടങ്ങുകൾക്കും ഏറെ പ്രത്യേകതകളാണ്. വരന്റെ വീട്ടിലുള്ള ചടങ്ങിന് ചന്തം ചാർത്ത് എന്നാണ് പറയുക. ചടങ്ങിനായി പന്തലിൽ വെള്ള വിരിച്ച് അതിൽ പീഠം വയ്ക്കുന്നു. ഒപ്പം വിളക്കും കത്തിച്ചു വയ്ക്കുന്നു. വരന്റെ സഹോദരിമാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. തുടർന്ന് വരന്റെ വേദിയിലേക്ക് വരന്റെ സഹോദരി ഭർത്താവ് കൂട്ടിക്കൊണ്ടുവരുന്നു. പ്രാർത്ഥനയോടെ ചന്തം ചാർത്ത് ചടങ്ങ് ആരംഭിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷുരകൻ വേദിയിലെത്തുന്നു. തുടർന്ന് സമ്മേളിതരോട് 3 പ്രാവശ്യം അനുവാദം ചോദിക്കുന്നു. 17 പരിശ്രമയിലുള്ള മാളവരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചേർത്താൻ പന്തലിൽ കയറട്ടെ. 17 പരിശ്രമയിലുള്ള മാളവരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചേർത്താൻ പന്തലിൽ കയറട്ടെ. 17 പരിശ്രമയിലുള്ള മാളവരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്താൻ പന്തലിൽ കയറട്ടെ. അനുവാദം ലഭിച്ച ശേഷം വരന്റെ മുഖം ക്ഷൗരം ചെയ്യുന്നു. ഈ സമയമെല്ലാം ചന്തം ചാർത്തലിന്റെ പാട്ടുകൾ അകമ്പടിയായി ഉണ്ടാകും. ക്ഷൗര്യം ചെയ്യുന്നതിന് ശേഷം മണവാളന്റെ സഹോദരിമാർ എണ്ണ കൊണ്ടുവരുന്നു. സമ്മേളിതരോട് അനുവാദം വാങ്ങിയ ശേഷം വരനെ എണ്ണ തേപ്പിക്കുന്നു. തുടർന്ന് വരന്റെ സഹോദരി ഭർത്താവ് വരനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. കുളിക്ക് ശേഷം വെള്ളവസ്ത്രം ധരിച്ച വരൻ പന്തലിൽ തിരിച്ചെത്തുന്നു. തുടർന്ന് വധൂഗൃഹത്തിലെ പോലെ ഇച്ഛപ്പാട് കൊടുക്കൽ എന്ന ചടങ്ങാണ് നടക്കുന്നത്. വരന്റെ സഹോദരിമാർ വെൺപാച്ചോർ, ചക്കര, കിണ്ടി, കോളാമ്പി എന്നിവ വേദിയിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം വരന്റെ പിതാവിന്റെ സഹോദരങ്ങൾ ഇച്ഛപ്പാട് വരന് കൊടുക്കുന്നു. AD 345 കൊടുങ്ങല്ലൂരിലേക്ക് കുടിയേറി പാർക്കുന്ന ക്നാനായ സമുദായം, ക്നായി തൊമ്മന്റെ നേതൃത്വത്തിൽ വന്ന ക്നാനായ സമുദായം, അവർ പോന്ന നാട്ടിൽ നിന്നും മെസപ്പൊട്ടാമയിൽ നിന്നും പോന്നപ്പോൾ അവിടുത്തെ ആഹാര രീതിയും നമ്മുടെ ഇവിടുത്തെ ആഹാര രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചുണ്ടാക്കിയെടുത്ത ഒരു ആഹാരമാണ് വെൺപാച്ചോർ. അതാണ് നമ്മൾ ഇതിന്റെ സമുദായത്തിന്റെ ഐക്യ സൂചകമായിട്ട്, നന്മയുടെ സൂചകമായിട്ട് നമ്മൾ പുരുഷന് അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകുന്ന വരന് അല്ലെങ്കിൽ വധുവിന് നമ്മൾ നൽകുന്നത്. ഒരു മഴുവെറിഞ്ഞപ്പോൾ ആ മരം കുലുങ്ങി, ഒരു മഴുവെറി